അടിസ്ഥാന ശമ്പളം 40,000 രൂപ ആക്കണമെന്ന് ആവശ്യപ്പെട്ട് സ്വകാര്യ മേഖലയിലെ നഴ്സുമാർ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി. മാനേജ്മെന്റുകൾ അനുകൂലമായ നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ പണിമുടക്ക് സമരത്തിലേക്ക് നഴ്സുമാർ കടക്കുമെന്നും UNA വ്യക്തമാക്കുന്നു. അതേസമയം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ നടത്തുന്ന സമരം 17ാം ദിവസവും തുടരുകയാണ്. 14 ജില്ലകളിൽ നിന്നുമായി നൂറുകണക്കിന് നഴ്സുമാരാണ് സെക്രട്ടേറിയറ്റ് മുന്നിലേക്ക് സമരവുമായി എത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ സമരങ്ങളിൽ മാനേജ്മെന്റുകളുടെ ഭാഗത്തുനിന്ന് അനുകൂല തീരുമാനം ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് സമരം കൂടുതൽ കടുപ്പിക്കുന്നത്. അടിസ്ഥാന ശമ്പളം 40,000 രൂപയാക്കുക, 6-6-12 ഷിഫ്റ്റ് നടപ്പിലാക്കുക, നഴ്സിംഗ് അധ്യാപകർക്ക് UGC സ്കെയിൽ ശമ്പളം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. മാലാഖമാരെന്ന് വിളിപ്പേരുള്ള ഞങ്ങൾക്ക് ഇതുപോലെ റോട്ടിൽ ഇറങ്ങിയിട്ട് പ്രതിഷേധിക്കേണ്ട അവസ്ഥയാണ്. നഴ്സുമാർ ഇത്രയും പഠിച്ച് ഇത്രയും ജോലി ചെയ്യുന്ന നഴ്സുമാർക്ക് ഒരു കൂലിവേലക്കാരന്റെ ശമ്പളം പോലും കിട്ടുന്നില്ല. പ്രതിഷേധ സമരം കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. തുല്യ ജോലിക്ക് തുല്യ ശമ്പളം അത് ലഭ്യമാക്കാനുള്ള നിരവധിയായ കോടതി ഉത്തരവുകൾ നിലവിലുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടും ഇതുവരെ കേരളത്തിൽ ശമ്പള വർധനവ് പോലും നടപ്പാക്കിയിട്ടില്ല. മാനേജ്മെന്റുകളുടെ ഭാഗത്തുനിന്ന് അനുകൂല നിലപാടുണ്ടായില്ലെങ്കിൽ UNA അനിശ്ചിതകാല സമരത്തിലേക്ക് പോകുമെന്ന് നേതാക്കൾ വ്യക്തമാക്കി. അടിയന്തരമായിട്ട് സർക്കാർ ശമ്പളം പരിഷ്കരിക്കണം. അടുത്ത ദിവസങ്ങളിൽ സമ്പൂർണ്ണമായിട്ട് ഞങ്ങൾ പണിമുടക്കും. അതേസമയം ശമ്പള കുടിശ്ശിക നൽകണമെന്ന് ആവശ്യപ്പെട്ട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ നടത്തുന്ന സമരം 17ാം ദിവസത്തിലേക്ക് കടന്നു.